പണ്ടൊക്കെ സിവിൽ സർവീസിനെ പറ്റിയിട്ട് പോലും പറയാറുണ്ട്, ഒരു ആവശ്യമില്ല എന്നുള്ളത്. ഈ ഒരു ചോദ്യം പലപ്പോഴായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടൊരാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു CUET സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യാം എന്നുള്ളതാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നൊരു എക്സ്പേർട്ട് നമ്മുടെ കൂടെ ഉണ്ട്, എൻ്റെ സുഹൃത്ത് കൂടെയായിട്ടുള്ള അദ്നാൻ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ BSc ജോഗ്രഫിയും ഹോണേഴ്സോട് കൂടിയിട്ട് അല്ലേ, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MA ഇംഗ്ലീഷും, ഇപ്പോൾ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച ആളാണ്. അതോടൊപ്പം തന്നെ ലാ പ്രോക്സിമ എന്നുള്ള പേരിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ട് കോച്ചിങ് നടത്തുന്ന ഒരു സ്ഥാപനം 5 വർഷമായിട്ട് നടത്തുന്ന, ഒരുപാട് സ്കൂൾസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു എക്സ്പേർട്ട് ഫാക്കൽറ്റി കൂടിയാണ് അദ്നാൻ. സോ അദ്നാൻ, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്ന് താല്പര്യമുണ്ട്. ആദ്യം എന്തുകൊണ്ടൊരാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം? ഈ ഒരു ചോദ്യം പലപ്പോഴായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പൊതുവെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് 890ഓളം യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം യൂണിവേഴ്സിറ്റികളാണ്. ഇത് വെറും 45 മാത്രമാണ് രാജ്യത്തുള്ളത്. അപ്പോൾ ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഫണ്ട് ചെയ്യുന്ന, സെൻട്രൽ ഗവൺമെൻറ് UGCയുടെ കീഴിൽ നേരിട്ട് വരുന്ന യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് കിട്ടുന്ന ഒരു അക്കാദമിക് എക്സലൻസും അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ റീജിയണൽ യൂണിവേഴ്സിറ്റികളിൽ ഒരിക്കലും നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ പുറമേയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ അവരുടെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികളൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അധ്യാപകർ, അവർ പഠിപ്പിക്കുന്ന അവരുടെയൊക്കെ ഒരു അക്കാദമിക് ആയിട്ടുള്ള പല റെപ്യൂട്ടേഷൻസും തീർച്ചയായിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപാട് രീതിയിൽ ബെനിഫിഷ്യലാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു, ഒരു സിംപ്ലി സ്പീക്കിംഗ് അതായിരിക്കും അതിൻ്റെ ഒരു ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് കോഴ്സുകളുണ്ട്? നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം കോളേജുകളിലെ എല്ലാ കോഴ്സുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണല്ലോ? അതെ അതെ. അപ്പോൾ അത് കൂടാതെ പുതിയ വേറെ വല്ല കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പല സ്ഥലങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതായത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികളിൽ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ എല്ലാ കോഴ്സുകളും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവുന്നത്. ഇപ്പം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്താൽ അവിടെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ 5 ഇയർ, അതായത് BSc അല്ലെങ്കിൽ BA + MA വരുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ. അതേസമയം ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം ഫോറിൻ ലാംഗ്വേജും അതും അല്ലെങ്കിൽ ലാംഗ്വേജിന് സ്പെസിഫിക് ആയിട്ട് ഇപ്പം EFLU എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജസ്, അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ വേറെ തരത്തിൽ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ചില നാഷണൽ ലെവൽ റാങ്കിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികളുടെ ചില ഫാക്കൽറ്റീസിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു നാഷണൽ റാങ്കിങ്ങും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചില മേഖലകൾക്ക് പ്രത്യേകമായിട്ട് ഊന്നൽ നൽകുന്ന യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടുള്ള ഒരു അഡ്മിഷൻ്റെ കാര്യത്തിലോട്ട് വരാം. മുമ്പ് കുറേയൊക്കെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഓരോ യൂണിവേഴ്സിറ്റികൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസ് നടത്തിയിട്ടൊക്കെ ആയിരുന്നു അഡ്മിഷൻ നേടിയിരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് CUET എന്ന് പറയുന്ന പുതിയൊരു എക്സാം വന്നത്. എന്താണ് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കും? അതായത് 2020 വരുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പിന്നീട് കോവിഡ് പാൻഡമിക് ഒക്കെ കാരണമാണ് ഇത് വൈകാനുള്ള കാരണം. ഇത് ആക്ച്വലി CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷ ഇന്ത്യയിൽ വരാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് 2021 വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി അഡ്മിഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ചില കാരണങ്ങളാണ്. അതിലേക്ക് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു 1 നേഷൻ 1 എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ട് CUET ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ ഒരു എക്സാം നടത്തുന്നതും. അപ്പോൾ എക്സാം തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിൽ പോലും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ CUET ഒരു ബ്രാൻഡ് ആയിക്കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ തന്നെ മാറി. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവരിപ്പോൾ +2 കഴിയുന്നതിന് മുൻപ് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, അവിടെ പഠിക്കുന്ന കോഴ്സുകൾ എങ്ങനെയൊക്കെ നമുക്ക് അഡ്മിഷൻ നേടാമെന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങുകയാണ്.
അല്ലെങ്കിൽ കോഴ്സ് സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻസ് +2 ഓൺഗോയിങ്ങിൽ തന്നെ ആലോചിക്കുന്നു. അതിന് വേണ്ടുന്ന റിക്വയർമെന്റ് എങ്ങനെയാണ്, എൻട്രൻസ് കൾച്ചറിലേക്ക് കുട്ടികൾ പതിയെ മാറുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് 3 സിലബസ് ആണ് ആക്ച്വലി വരുന്നത്. 3 രീതിയിൽ 3 കോഴ്സുകൾക്ക് അനുസരിച്ചിട്ട് നമുക്കിപ്പം ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസുകാർക്ക് വേറെ വേറെ രീതിയിലുള്ള സിലബസ്. അപ്പോൾ ഇതിൽ 3 സെക്ഷൻസ് ആണ് ഏതിനാണെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടാവുക. അതിലൊന്ന് ലാംഗ്വേജ് ആണ്, സെക്കൻഡ്ലി ഡൊമൈൻ സബ്ജക്റ്റ്, ആൻഡ് മൂന്നാമതായിട്ട് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന 20-22ഓളം ലാംഗ്വേജസ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അത് ചില യൂണിവേഴ്സിറ്റികളുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറും. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ 2 ലാംഗ്വേജ് പറയുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ 1 ലാംഗ്വേജ് മതി, ചില യൂണിവേഴ്സിറ്റികളിൽ ലാംഗ്വേജ് ആവശ്യമില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റികളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമുക്ക് അതിലൊരു ഫൈനൽ കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് പേപ്പർ ആക്ച്വലി NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നന്നായിട്ട് എത്രത്തോളം തറവായിട്ട് റീഡ് ചെയ്യുന്നു, അതിൻ്റെ കോംപ്രിഹെൻഡ് ആയിട്ട് നമ്മൾ എത്രത്തോളം യൂസ്ഡ് ആവുന്നു. ഡൊമൈൻ സബ്ജക്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണ്, ഒരാൾക്ക് ഫിസിക്സിന് BSc ഫിസിക്സിന് ചേരണമെന്നുണ്ടെങ്കിൽ അയാൾ ഫിസിക്സ് ആണ് ഡൊമൈൻ സബ്ജക്ട് തിരഞ്ഞെടുക്കേണ്ടത്, അതോ അങ്ങനെയാണോ? അതും കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു CUET വരുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസ് നടത്തിയിരുന്നത്. അപ്പോൾ അവർ നടത്തിയിരുന്ന ഒരു എക്സാമിന് ഇൻടേക്ക് രീതി ഉണ്ടായിരുന്നു, അവർ മുന്നേ നടത്തിയിരുന്ന എൻട്രൻസിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻടേക്ക് രീതി CUET വരുന്നത് വഴി അവർ CUET ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ അവർ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റികൾ അതുവരെ എങ്ങനെയാണോ എൻട്രൻസ് നടത്തിയത്, ആ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ വെച്ച് തന്നെ സയൻസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നു. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ സ്പെസിഫിക്കലി ഇപ്പോൾ സയൻസ് വിഷയങ്ങളുടെ മാത്രം ചോദിക്കുന്ന രൂപത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ മുൻകാല രീതി തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇവരെടുത്തൊരു കോമൺ ആയി. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ക്രൈറ്റീരിയ, എന്തൊക്കെ ഡൊമൈൻ സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് പേപ്പേഴ്സിന് അപ്ലൈ ചെയ്യാനോ വേണ്ടത്. അതെ, ഇപ്പം പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഒരു കോമൺ ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്, ലാംഗ്വേജ് +3 ഡൊമൈൻ എന്നുള്ളത്. അതേസമയം ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അവിടേക്ക് 5 പേപ്പേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ലാംഗ്വേജ് +4 ഡൊമൈൻ ആവശ്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം ജാമിയ മില്ലിയ, ജാമിയയുടെ എല്ലാ കോഴ്സുകളും ജാമിയ CUET-ലേക്ക് കൊടുത്തിട്ടില്ല, അത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ജാമിയയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc ഹോണേഴ്സ് ഫിസിക്സ് അല്ലെങ്കിൽ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ഇത് CUET-ൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് അപ്പോൾ ഇവിടെ ജാമിയ BSc ഹോണേഴ്സ് ഫിസിക്സിന് ഫിസിക്സ് എന്ന് പറയുന്ന ഡൊമൈനിന്റെ പേപ്പർ അതിന്റെ മാർക്ക് മാത്രം അവർക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിലൊരു ലാംഗ്വേജ് ഒന്നും പരിഗണിക്കുന്നില്ല, വേറൊരു ഡൊമൈൻ ആവശ്യമില്ല. പിന്നെ ജനറൽ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരിക? ജനറൽ ടെസ്റ്റിൽ 5 സബ്ജക്ട്സ് ആണ്. അതായത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒരു സബ്ജക്റ്റ് ആണ്, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, മെന്റൽ എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. 5 സബ്ജക്ട്സ് ആണ് ഇതിൽ. സോ ബേസിക്കലി ഒരു ആപ്റ്റിറ്റ്യൂഡ് കൈൻഡ് ഓഫ് ഒരു മെന്റൽ എബിലിറ്റി, റീസണിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ. ഇതിൽ ഓരോന്നിനും എത്ര മാർക്കാണ് ഓരോ പേപ്പറിനും ഉണ്ടാവുക? അത് പിന്നെ ലാംഗ്വേജിനാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഔട്ട് ഓഫ് വിച്ച് നമുക്കൊരു 40 ആണ് അറ്റൻഡ് ചെയ്യുന്നത്. എത്ര മണിക്കൂർ എക്സാം? അത് സെക്ഷണൽ ടൈമിംഗ് ആണ് വരിക. ഇപ്പോൾ ലാംഗ്വേജിനാണെങ്കിൽ 45 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഡൊമൈനിനാണെങ്കിൽ കോമൺലി 45 ആണ്. എന്നാൽ ചില കാൽക്കുലസ് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സിന് അവർ 60 മിനിറ്റ്സ് തരുന്നുണ്ട്. മാത്സ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി ഒക്കെ പോലെയുള്ള സബ്ജക്ട്സിന്. ജനറൽ ടെസ്റ്റിന് 60 മിനിറ്റ്സ് ആണ്. ഈ എക്സാം എങ്ങനെയാണ് നടക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണോ അതല്ല ഇതൊരു പേപ്പർ ടെസ്റ്റ്? ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 2024 ഇതിന്റെ 3ാമത്തെ എഡിഷൻ ആണ്. അപ്പോൾ 2 എഡിഷനുകൾ 22ലും 23ലും ഇവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ വർഷം ഇവർ ഹൈബ്രിഡ് മോഡാണ് ഇപ്പം തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് അത് ഇവർക്ക് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നിടത്ത് എത്ര ആളുകൾ അപ്ലൈ ചെയ്തു? കഴിഞ്ഞ വർഷം ഏകദേശം 25 ലക്ഷത്തിന് മുകളിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എക്സാം CUET ആയി. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം വരെ നമുക്ക് പറയുകയാണെങ്കിൽ നീറ്റ് എക്സാം 21,70,000 ആൾക്കാർ കഴിഞ്ഞ അതിനേക്കാൾ ഇപ്പം CUET വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ? ചില പേപ്പേഴ്സ് കമ്പ്യൂട്ടറിലും ചില പേപ്പേഴ്സ് ഓഫ്ലൈനും ആണോ? അതെ, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ് ഇങ്ങനത്തെ പേപ്പേഴ്സ് ഒക്കെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യും. കാരണം ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസുകാരൊക്കെ അപ്ലൈ ചെയ്യും. സോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്താനുള്ള പ്ലാറ്റ്ഫോംസ് നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. കാരണം എക്സാം സെന്റേഴ്സ് വേണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാംസ് ലാഗായി പോകുന്നു, സ്കെഡ്യൂളുകൾ മാറുന്നു, കുട്ടികളുടെ എക്സാം സെന്റേഴ്സ് മാറുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമിന് നടത്തിപ്പിന് അത് ബാധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഈ വർഷം അവരെന്ത്
ചെയ്യുന്നത് വില്ലേജ് ഏരിയാസിലുള്ള കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തുക. ഇത് അവരുടെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. സെക്കൻഡ്ലി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾക്ക് പെട്ടെന്ന് ആ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് റിസൾട്ട് പെട്ടെന്ന് അനൗൺസ് ചെയ്യും. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ ഒരു എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ ഡൊമൈൻ ടെസ്റ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത് ജനറൽ ടെസ്റ്റ്, ഇതൊക്കെ പല ദിവസങ്ങളിലായിട്ടാണോ നടക്കുക? അപ്പോൾ ഓരോ സ്ലോട്ടിനനുസരിച്ചാണ് ആളുകൾ എഴുതേണ്ടത്? എങ്ങനെയാണ് ബേസിക്കലി ഈ ഒരു എക്സാം ഒരു ഷെഡ്യൂൾ ചെയ്യുന്നത്? ഈ ഒരു എക്സാം ഇപ്പോൾ അവർ സ്കെഡ്യൂൾ എടുത്തത് മെയ് 15 മുതൽ 31 വരെയാണ്. ഈ ഒരു ഡേറ്റിനുള്ളിൽ പല ദിവസങ്ങളിലായിരിക്കും. ഇപ്പം നമ്മൾ രണ്ടുപേരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഡേറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് വേറെ ഡേറ്റ് ആയിരിക്കും. ഒരു ദിവസം 3 സ്ലോട്ടിലാണ് എക്സാം നടക്കുന്നത്. മോർണിംഗിലും അതുപോലെ നൂണും ഈവനിങ്ങിലായിട്ടാണ് എക്സാം എന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മറ്റേ നമ്മൾ ജെഇ നീറ്റ് പോലത്തെ ഒറ്റ എക്സാമോ അല്ലെങ്കിൽ ഒന്നുമല്ല, പല ഡൊമൈൻസ്. അപ്പോൾ മേ ബി ഒരു കമ്പ്യൂട്ടർസ് തന്നെ പല ഡൊമൈൻസ് മിക്സ് ചെയ്തൊക്കെ ചോദിക്കുമോ? അതോ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ 6 പേപ്പേഴ്സ് വരെയാണ് ഒരു എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം 6 പേപ്പേഴ്സ് അപ്ലൈ പറ്റുള്ളൂ. അപ്പോൾ അതിലൊന്ന് ലാംഗ്വേജ്, ഒന്ന് ജനറൽ ടെസ്റ്റോ ആയിരിക്കും. ബാക്കി 4 ആയിരിക്കും നമ്മൾ ഡൊമൈൻ എടുക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമുക്കൊരു എല്ലാത്തിനും അവിടെ അപ്ലൈ ചെയ്ത് എല്ലാം എഴുതി കളയാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. നമുക്കൊരു 4 കാര്യങ്ങളോട്ട് മേ ബി 0 ചെയ്യണം, അല്ലെ? നമ്മൾ എന്തെടുക്കണം എന്നുള്ളത്. സയൻസ് ആണെങ്കിൽ ഇന്ന് 4 സബ്ജക്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ ഇന്ന് 4 സബ്ജക്ട് എന്നുള്ളത് എടുക്കണം. അതെ, അത് മാത്രമല്ല നമ്മളിപ്പം ഈ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും 4 ഡൊമൈനും എടുക്കണമെന്ന് കമ്പൽസറി അല്ല, മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. മറിച്ച് നമ്മുടെ ഓപ്ഷനാണ്. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും തന്നെ എടുത്താൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിലാണ് വരുന്നത്. സയൻസിൽ കൂടുതലും സയൻസ് ഡൊമൈൻ തന്നെ ആവശ്യം. മാക്സിമം 4 വരെ എടുക്കാം, അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. മൊത്തം 6 ആണ്, ജനറലും ഇംഗ്ലീഷും ഡൊമൈനും കൂടെ കൂട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ CUET എക്സാമിന്റെ ഒരു പാറ്റേൺ ഇപ്പോൾ MCQs തന്നെയാണോ? അതെ, MCQs. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയം നമുക്ക് ഏകദേശം കിട്ടും? ഒരു ക്വസ്റ്റ്യൻ ഹാർഡ്ലി ഒരു 1 മിനിറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സിലബസ് ഈ പറഞ്ഞ പോലെ NCERT തന്നെയാണ്. ഈ ജനറൽ ടെസ്റ്റ് എത്രത്തോളം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്? അപ്പോൾ ഇതിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്നുള്ള കുട്ടികൾ ഇത് പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ പെർസെൻറ്റൈൽ സ്കോർ ഉണ്ട്. അതായത് 100% ഓൾ ഇന്ത്യ ലെവലിൽ ജനറൽ ടെസ്റ്റിൽ ഒരു 36 കുട്ടികൾക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പല പേപ്പേഴ്സിലും 5000, 10000 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 36 പേർക്കാണ് ജനറൽ ടെസ്റ്റിൽ 100% കിട്ടിയിട്ടുള്ളത്. അത് തന്നെ അതിന്റെ ഒരു കോമ്പിറ്റൻസി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. കാരണം ഇപ്പൊ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി 2 വർഷത്തോളമായിട്ട് മാത്തമാറ്റിക്സ് ടച്ച് വിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പം മിക്ക യൂണിവേഴ്സിറ്റിയിലും ആർട്സ് സബ്ജക്ട്സ് കിട്ടണമെങ്കിൽ ജനറൽ ടെസ്റ്റ് റിക്വയർമെന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് വെല്ലുവിളിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് എത്രത്തോളം ഒരു ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സും അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് മിക്ക യൂണിവേഴ്സിറ്റികൾക്കും ജനറൽ ടെസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഇത് പഠിച്ചാൽ തന്നെ ആയിരിക്കും ജനറൽ ടെസ്റ്റിന്റെ സ്കോർ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ എടുക്കണം, മലയാളം എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി എടുക്കാം. ഇംഗ്ലീഷും മലയാളം മറ്റു ലാംഗ്വേജും എടുക്കാം. പക്ഷേ ചില യൂണിവേഴ്സിറ്റീസ് അങ്ങനെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കൂടുതൽ യൂണിവേഴ്സിറ്റീസിന് ഇംഗ്ലീഷ് തന്നെയാണ് റിക്വയർ. ഒരൊറ്റ ലാംഗ്വേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അതല്ല ഈ 4 പേപ്പർ 6 പേപ്പർ എന്നുള്ളതിൽ 2 ലാംഗ്വേജ് ഒരാൾക്ക് എടുക്കാം. 2 ലാംഗ്വേജ് ചില യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുള്ളൂ. സെക്ഷൻ 1 Aയും Bയും പാർട്ട് ഉണ്ട് ആക്ച്വലി. അപ്പൊ 1 Aയിലാണ് ഇംഗ്ലീഷ് പോലത്തെ മേജർ ആയിട്ടുള്ള ലാംഗ്വേജ് വരുന്നത്. ഇപ്പം Bയിലാണെങ്കിൽ 1Bയിൽ നമുക്ക് അറബിക്കും സാൻസ്ക്രിറ്റും ഒക്കെ വേണമെങ്കിൽ ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ പല കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്. പക്ഷെ കെയർഫുള്ളി നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റീസും ഒന്ന് അനലൈസ് ചെയ്ത് അല്ലേ, ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആവശ്യമുണ്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റീസിനും എന്താ ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോവാണെങ്കിൽ നമ്മൾ ചില പേപ്പേഴ്സ് എടുക്കേണ്ടി വരും അല്ലെ. അപ്പോൾ ഇത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പർ എടുക്കണം. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ അതിനാണ് വേണമെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാൻ ഞാൻ താഴെ അതിനാൻ്റെ അപ്രോക്സിമേറ്റ് നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലെ. അപ്പോൾ എന്തെങ്കിലും കാരണം ആ ഒരു ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് കോട്ടക്കലും ഇടവണ്ണയും അല്ലെ നിങ്ങൾക്ക് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ അതിനൊരു യങ് ഓണ്ടർപ്രണർ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനാനെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അതിനാൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹെൽപ്പ് സ്വീകരിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ എക്സാം പാറ്റേണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താണ് അതിനെ കുറിച്ച്? അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പേപ്പർ സെലക്ഷൻ ആണ്. കഴിഞ്ഞ വർഷം വരെ 10 പേപ്പേഴ്സ് സെലക്ട് ചെയ്യായിരുന്നു. ഇത് തവണ 6 മാറ്റി. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ കുട്ടികൾ ഇങ്ങനെ ഓരോ പേപ്പേഴ്സിന്റെ ഒരു എന്താണ് പേപ്പർ എന്ന് പോലും മനസ്സിലാക്കാതെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, പേപ്പർ സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ആന്ത്രോപോളജി ഇതൊന്നും അറിയാത്ത കുട്ടികളാണ് ആന്ത്രോപോളജി ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവര് തന്നെ എന്താണ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ചെയ്തു വെക്കാണ്. അത് ഒഴിവാക്കാനാണ് ആക്ച്വലി ഒരു 6 പേപ്പേഴ്സ് ആയിട്ട്. മാത്രമല്ല അത്രയധികം ആൾക്കാർ എഴുതാന്നുള്ളതും ഈ പറഞ്ഞ പോലെ 25 ലക്ഷം ആൾക്കാർ എഴുതുമ്പോൾ വലിയൊരു പ്രശ്നമായി മാറും. മാത്രമല്ല അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ഇത് നമ്മൾ അപ്ലിക്കേഷൻ ഫീസ് ഓരോ പേപ്പറിനും അഡീഷണലി
അഡീഷണലി പേ ചെയ്യേണ്ടി വരിക. എത്രയാണ് ജനറലി ആപ്ലിക്കേഷൻ ഫീസ്? ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 1000 ആണ്, അപ് ടു 3 പേപ്പേഴ്സ്. അതിൽ ഓരോ പേപ്പേഴ്സ് അഡീഷണലി വരുമ്പോൾ 400 ഈച്ച് ആയിട്ട് വരും. ഇത്തവണത്തെ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് പറയും. ഇപ്പൊ അപ്ലൈ ചെയ്യാൻ ഇപ്പൊ ഈ പ്രാവശ്യത്തേക്ക് മാർച്ച് 26 ആണ് നമ്മൾ ഡെഡ് ലൈൻ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ അത് കുറച്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ 28, 29 കറക്ഷൻ ആണ്. ഏപ്രിൽ ലാസ്റ്റിലേക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നു. മെയ് 15 എക്സാം നടക്കുന്നു. ഇനി ചിലപ്പോൾ നാഷണൽ ഇലക്ഷൻ സ്കെഡ്യൂൾ പുറപ്പെടുവിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എക്സാം പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി, എക്സാമിനെ കുറിച്ച് അത്യാവശ്യം ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഒരു സ്ട്രാറ്റജി, എസ്പെഷ്യലി നമുക്ക് മേ ബി 2 വിഭാഗം കുട്ടികളെടുക്കാം. ഒന്ന് ഇപ്പോൾ 12th എഴുതാൻ നിൽക്കുന്ന അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്കുള്ളൊരു സ്ട്രാറ്റജി എന്താണ്, അത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു 11th അവർ ആണെന്നുള്ളത് തിരിച്ചറിയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എത്രത്തോളം ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അത് തന്നെയാണ് ഈ ഒരു എക്സാമിൽ റിഫ്ലക്ട് ചെയ്യുക. പലപ്പോഴും കുട്ടികൾ വിചാരിക്കുന്നത് ഇപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി 10th കഴിഞ്ഞതിന് അതിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിൽ തന്നെ അതിലേക്ക് അഡാപ്റ്റ് ആയി മാറുന്നു. പക്ഷേ CUET-ന്റെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ആക്ച്വലി ഇതും നല്ല പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. 25 ലക്ഷം ആൾക്കാരെ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സ് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഏതെല്ലാം യൂണിവേഴ്സിറ്റീസിൽ ഈ കോഴ്സ് അവൈലബിൾ ആണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് ഈ യൂണിവേഴ്സിറ്റീസിലേക്ക് ഈ കോഴ്സിന് എന്തൊക്കെയാണ് റിക്വയർഡ് പേപ്പേഴ്സ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക. ഇപ്പം നമുക്ക് ഒരുപാട് ഡൊമൈൻ ഇപ്പം 6 പേപ്പേഴ്സും എടുക്കണമെന്ന് മാൻഡേറ്ററി എല്ലാം നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഈ 6 പേപ്പേഴ്സും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിന് ഉള്ളിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുക, സെൽഫ് അനലൈസ് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ 2-3 പേപ്പേഴ്സ് കൊണ്ട് തന്നെ കയറാൻ പറ്റുന്ന പല യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് തന്നെ ഇതൊരാൾക്ക് പെട്ടെന്ന് റിസർച്ച് നടത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതോ ഇത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ തന്നെ പരമാവധി അവിടെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിന് താഴെ കുറെ കമന്റ് വരും. അതിനേക്കാൾ നല്ലത് അതിനെ അവരെ കോണ്ടാക്ട് ചെയ്യുക. സോ ദേ ക്യാൻ ഹെൽപ്പ് റൈറ്റ്. ഇത് കാരണം എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി അതിനെ വളരെ ദൂരത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഇനി ഓക്കെ ബാക്കി ഇവർ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ പഠനം എങ്ങനെയായിരിക്കും? പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ഈ മാത്സ് ആണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ 5 സബ്ജക്ട്സിൽ 4 out of 5 വരുന്നത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ്. മെന്റൽ എബിലിറ്റി, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് എല്ലാം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ മാത്സ് ആണ് നമ്മളുടെ ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇതൊരു SSC ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരിക്കും മാത്സിന് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്ത് അധികം പരിചയം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തിയറിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു മേഖലയിലേക്ക് പരമാവധി കടന്ന് പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് അവർ ഔട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് മാത്സിന്റെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാത്സിൽ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അതൊരു മെന്റൽ എബിലിറ്റി ലെവൽ അല്ലെങ്കിൽ ഒരു ബേസിക് ആൾജിബ്ര, എക്സ്പ്രഷൻസ്, അതായത് ഒരു കാൽക്കുലസ് ലെവലിലോ ട്രിഗ്നോമെട്രി ലെവലിലുള്ള മാത്സ് ഒന്നും അതായത് ജനറൽ ടെസ്റ്റിൽ ചോദിക്കൂലല്ലോ. ജനറൽ ടെസ്റ്റിലുണ്ട്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. അത് 10th ക്ലാസ് വരെയുള്ള മാത്സ് 8th ലെവൽ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്സ് എന്നാണ് അവർ പറയുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10th ലെവൽ മാത്സ് ആയി. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുത്തവർ ആ ഒരു ഏരിയയിൽ കുറച്ചൊരു ശ്രദ്ധ പതിപ്പിക്കണം എന്ന് അർത്ഥം. ഈ സബ്ജക്ട് വൈസ് പോകണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നീറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും? ഇല്ല, അങ്ങനെയല്ല. ഒരു നീറ്റിന്റെ നമുക്ക് വേണമെങ്കിൽ ഒരു 70%-നോടൊക്കെ വേണമെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന മാത്രം. ഒരു 60% ഒക്കെ നീറ്റിന്റെ ടഫ്നെസ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഒരു NCERT ബേസ്ഡ് ആയിട്ട് പഠിച്ചാൽ NCERT നമ്മൾ ക്രിസ്പായിട്ട് കോംപ്രിഹെൻഡ് ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനിയിപ്പോൾ +1 പഠിക്കുന്ന അല്ലെങ്കിൽ അടുത്ത വർഷം എഴുതാനിരിക്കുന്ന ഒരു വർഷമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 10th കഴിഞ്ഞ് ഇപ്പോൾ SLC കഴിഞ്ഞ് ഇതിനോട് പോകാനിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്? അവർ തീർച്ചയായിട്ടും അപ്പം ഞാനിപ്പം ഇന്നലെ പോലും കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ 11th ഇപ്പോൾ പഠിക്കുന്നത്, അപ്പോൾ ഞങ്ങളൊരു +2 കഴിയാറാകുന്ന സമയത്തേക്ക് ചേർന്നാൽ പോരെ, കാരണം ഇത് അത്രത്തോളം കോമ്പറ്റീഷനൊന്നും ഇല്ലല്ലോ, ഞാൻ നീറ്റിനും ജയിക്കും ഫോക്കസ് ചെയ്യണം. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ നീറ്റിനും ജയിക്കുകയാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 10th കഴിഞ്ഞതിന് മുതൽ തന്നെ നിങ്ങളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പ്രിപ്പറേഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുക എക്സാം എത്രത്തോളം ടഫാണ് അല്ലെങ്കിൽ എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണെന്നുള്ളത്. നിങ്ങൾ വൺസ് ഇതിലേക്ക് ഇറങ്ങിയാൽ തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്തെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് ഇറങ്ങി നോക്കുക, എക്സാം എന്താണ്, പാറ്റേൺ എന്താണ്, നോ യുവർ എക്സാം. ഇതാണ് എനിക്ക്
എപ്പോഴും പറയാനുള്ളത് എക്സാമിൻ്റെ സിലബസ് എല്ലാം പഠിക്കുക, എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് പറ്റുമോ എന്നുള്ളത് സെൽഫ് അനലൈസ് ചെയ്യുക. ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കും, ചെറിയ സമയം എനിക്ക് മതിയായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സമയത്തിനുള്ളിൽ ചെയ്യുക. അതല്ല ഇപ്പം തന്നെ അതിൻ്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫൗണ്ടേഷൻസും എല്ലാം മനസ്സിലാക്കി പോയി നല്ല രീതിയിൽ ഒരു എക്സാം പ്രിപ്പറേഷനെ പ്രൊഫഷണൽ ആയിട്ട് മാറിയിട്ട് തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഹൈ ടൈം ആണെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രീവിയസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണോ? അത് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നപ്പോൾ ഞാൻ എല്ലാ വർഷവും CUT ഒരു സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതാറുണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്നും പറയാറില്ല. പക്ഷേ നമ്മൾ എക്സാമിൻ്റെ എന്താണ് പാഷൻ എക്സ്പെർട്ടിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാം എന്താണെന്ന് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ അടുത്തെങ്കിലും ചോദിച്ചിട്ട് കുറെ ആൾക്കാർ എഴുതാറുണ്ട്. അതെ, അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറാണ് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടെത്തും. ഗൈഡ്സ് വെച്ചിട്ടും വെബ്സൈറ്റ്സ് ഒക്കെ റിസോഴ്സസ് വെച്ചിട്ട് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇതിൽ ജനറലി മലയാളികളുടെ എണ്ണം പൊതുവെ ഒരു CUT വന്നതിന് ശേഷം അഡ്മിഷനിൽ കുറവാണ് എന്നുള്ള അർത്ഥം പത്ര റിപ്പോർട്ടുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലുള്ള ഒരു ഗ്രേഡ് ഇൻഫ്ലേഷൻ അത് വലിയ രീതിയിൽ ഇപ്പം നമുക്കറിയാലോ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ A+ന്റെ പിന്നാലെ പോകുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞിരുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഓഫ് സിലബസ് മാത്രം പഠിച്ച് സ്കൂളിൽ എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് അവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു എൻട്രൻസ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ അവർ പൊതുവെ പിന്നാക്കം പോകാറുണ്ട്. അത് നമ്മൾ പണ്ടൊക്കെ സിവിൽ സർവീസിനെ പറ്റിയിട്ട് പോലും പറയാറുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വേണ്ടത്ര ആളുകൾ എത്താറില്ല എന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് നമ്മുടെ നാട്ടിൽ. അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. കാരണം എല്ലാ സ്ട്രീമിൽ നിന്നും റിഫ്ലക്ഷൻ വരികയാണ് ഒറ്റയടിക്ക്. മാത്രമല്ല കുട്ടികൾക്ക് പിന്നെ ഈ ഒരു പറഞ്ഞ 8ാം ക്ലാസ്സിലും അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ എഴുതാൻ പറ്റുന്ന ഒളിമ്പിയാഡ് എക്സാംസ്, NMMS, NTSC ഇതൊന്നും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് അവർ ചെറിയ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാതെ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഞാൻ ചെറുപ്പത്തിൽ എഴുതിയില്ലല്ലോ, എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ ഇവരിങ്ങനെ നമ്മളുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഇവർ തന്നെ സ്വയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുട്ടികൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നത് അധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമൊന്നും ആവില്ല. ഇത് ഞാൻ നിരന്തരം എൻ്റെ ചാനലിലൂടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ അത് ഒരാൾ കൂടി എന്ത് ചെയ്തു, നിങ്ങളുടെ മുമ്പിൽ വേറൊരു എക്സ്പെർട്ട് കൂടി അത് പറയാണ്. ഒരാൾ +2 ബോർഡ് എക്സാമിനാണോ അതോ CUT-ക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇത് നമ്മുടെ നാട്ടിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലോജിക്കലി പറയുകയാണെങ്കിൽ നമ്മളിപ്പം +2 ആണെങ്കിൽ നമുക്ക് പാസ്സാവുക എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് എക്സാം പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു പഠനമൊന്നും +2 ബോർഡ് എക്സാമിന് ആവശ്യമില്ല. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ തീർച്ചയായിട്ടും അവിടെ ഒരു കസേരകളി പോലെയാണ്. ഒരാൾ ഔട്ടാവും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ സീറ്റിനെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവും. അത് നമ്മളാവും ചിലപ്പോൾ ഒരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ സ്റ്റേൺ ആയിക്കൊണ്ട് നമ്മൾ അത്രത്തോളം ഇതിന് കീനായിട്ട് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട? നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് മിസ്സിംഗ് ആയി അതിനാണ് തോന്നിയിട്ടുള്ള, നമ്മൾ പരമാവധി കോംപ്രഹെൻസീവായിട്ട് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും സ്റ്റുഡൻസിന് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? എനിക്ക് ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി ഈ ഒരു മേഖലയിൽ കുട്ടികൾ കോഴ്സ് സെലക്ഷനിലേക്ക് വരണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ A+ന്റെ എണ്ണോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഏകജാലകത്തിൽ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഒരു വലുപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സിൻ്റെ ഒരു കാര്യം നോക്കിയിട്ട് മാത്രം നമ്മൾ ഭാവി തീരുമാനിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ കോഴ്സ് പഠിക്കുക എന്നിട്ട് പെട്ടുപോവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വിഷമം പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിയിലൊക്കെ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായ കൺസൾട്ടേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതിനെ തീർച്ചയായിട്ടും സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. എങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കൺസേൺസോ അല്ലെങ്കിൽ എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യുന്നുള്ള ടെൻഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, ലക്ഷക്കണക്കിന് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. പക്ഷേ അവിടെയും വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. അതിന് വേണ്ടിയുള്ള എക്സാമാണ് CUT എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ ലാപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ റെഗുലർ കോഴ്സും അതേപോലെ തന്നെ ക്രാഷ് കോഴ്സൊക്കെ റെഗുലർ ആയിട്ട് ഇപ്പോൾ +1 തന്നെ കുട്ടികൾക്ക് എല്ലാ രീതിയിൽ കോച്ചിങ് കൊടുക്കും. ഇതേ രീതിയിലുള്ള പ്രൊമോഷൻ ഒന്നല്ല, അതിനാലെന്നുള്ള ട്രെൻഡാണ്. മാത്രമല്ല ഇങ്ങനത്തെ ആളുകൾ ഈ ഒരു മേഖല എനിക്ക് തോന്നുന്നു ആദ്യമായി മേ ബി കേരളത്തിൽ ഇത്ര ഒരു കാര്യം ആലോചിച്ച് തുടങ്ങിയ ആളുകളുടെ ഒരാളാണ് അതിനാൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനാൻ്റെ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഒക്കെ ഒരു എന്താ പറയുക സേവനം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ വളരെ കോംപ്രഹെൻസീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്ത് പറഞ്ഞു തന്നതിന് അതിനാൻ നന്ദി പറയാണ്. താങ്ക്സ് അലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.